സ്വർണം മോഷ്ടിച്ചതിന് ഒരു പരാതിയില്ല. അതിനെക്കുറിച്ചൊരു പാട്ടുണ്ടാക്കിയതാണ് വലിയ പരാതി. ആ പാട്ടുണ്ടാക്കിയതിൽ CPM ജില്ലാ സെക്രട്ടറി തന്നെ പരാതി കൊടുത്തു. അപ്പോൾ ആ പാട്ട് അവരെ വേദനിപ്പിച്ചു. ആ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ആ പാട്ട് ആരെക്കുറിച്ചാണോ പരാമർശിക്കുന്നത് അവരെ സംരക്ഷിക്കാനാണ് പാർട്ടി ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി പരാതി കൊടുത്തത് തന്നെ പാർട്ടി പ്രതികളെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രകടമായ തെളിവാണ്. മാധ്യമങ്ങൾ എന്താ പറഞ്ഞ ആ പാട്ടിൻ്റെ വരികൾ ആവർത്തിച്ച് കേൾപ്പിച്ചു. ആ പാട്ടിന് പ്രചാരം കിട്ടി. ആ പാട്ടിൻ്റെ വരികൾ ഞാൻ കണ്ട ചാനലുകൾ ഓരോ വാക്കും ഭാഷാധ്യാപകർ ഒരു പദ്യത്തിൻ്റെ ഭാഗം പഠിപ്പിക്കുന്ന പോലെ ഓരോ ഭാഗം എടുത്ത് ചോദിച്ചു, ഇതിലെന്നാ തെറ്റ്? പോറ്റിയെ കയറ്റിയ അയ്യപ്പൻ്റെ സ്വർണം കട്ട എന്ന് പറയുന്നതിൽ എന്താ തെറ്റ് എന്ന് ചോദിച്ചു. ഈ പരാതിക്കാരൻ്റെ സംഘടന തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പരാതിക്കാരനെ ഒരു ബന്ധവും ഇല്ല. ഇനിയും ഉന്നതന്മാരിലേക്ക് എത്തുമെന്ന്, ആരുടെ ഉന്നതന്മാരിലേക്ക് എത്തുന്ന ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ആരെ ചോദ്യം ചെയ്യേണ്ടെന്ന് നന്നായിട്ട് അന്വേഷണ സംഘത്തിന് അറിയാം. CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLA മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജയിലിൽ കിടക്കുക. അവരെ പാർട്ടി സംരക്ഷിക്കുക. അവർക്കെതിരെ പാട്ടുണ്ടാക്കിയതിലാണ് വലിയ കോലാഹലം. കൈരളി തന്നെ അയ്യപ്പൻ്റെ പേര് പറഞ്ഞുള്ള പാട്ടൊക്കെ ഇപ്പം അതിനും പ്രചാരം കിട്ടിയല്ലോ. അവർ ഭയപ്പെടുകയാണ്. ശബരിമല എന്ന് കേൾക്കുന്നവർക്ക് ഭയം ഉണ്ടാക്കും. കാരണം കള്ളന്മാർ കപ്പലിൽ തന്നെ എന്നാണ് ഞാനാണ് ആദ്യം പറഞ്ഞത്. ഇപ്പം കള്ളന്മാർ കപ്പലിലല്ല, കള്ളന്മാർ കപ്പലിൻ്റെ കപ്പത്താന്മാരായിരുന്നു. ശബരിമല കൊള്ളയുടെ കപ്പത്താന്മാർ അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനികളായിരുന്നു. അതെ, ചട്ടമൊക്കെ കഴിഞ്ഞല്ലോ. നമുക്കറിയാലോ പരാതിയുടെ വേവലാതി എന്നാണ്. വലിയ വേവലാതി ഉണ്ടാക്കും. തെരഞ്ഞെടുപ്പിലെ ശബരിമല ഇഷ്യൂ ഉൾപ്പെടെയുള്ള ഗവൺമെന്റിന്റെ പരാജയങ്ങൾ, പാളിച്ചകൾ UDF-ന് ഗുണം ചെയ്തു എന്ന് റിസൾട്ട് നമ്മളുടെ മുമ്പിലില്ല. എന്നാ വികാരമെന്ന് അവർ പറയട്ടെ. CPI അത് പറയുമോ? പിന്നെ എന്നാ വികാരം ഇല്ലെന്ന് തന്നെ അവർ ധരിച്ചോട്ടെ. അതല്ലത്. എന്നാ വികാരമെന്ന് അവർ പറയുന്നതിന് ഞങ്ങളെക്കുറിച്ചുള്ള അത്ര അനുകൂല വികാരമാണെങ്കിൽ കുഴപ്പമില്ല. അത് നമുക്ക് ആലോചിക്കാം.